ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ അവിടെ വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഐബ്രോസ് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ നമുക്ക് എഴുതാമെന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ ടിപ്സായിട്ടാണ്. അത് മിക്കവർക്കും അറിയണമായിരിക്കും, എന്നാൽ അറിയാത്ത ബിഗിനേഴ്സിനായിട്ട് ഞാനത് ഷെയർ ചെയ്യാണ്. അപ്പോൾ എനിക്കിത് എൻ്റെ ഐബ്രോസ് ഇത് ഇതുപോലെയാണ് കേട്ടോ, തിന്നായിട്ട്, പക്ഷേ ഹെയർസിന് നല്ല ലെങ്ത്തുള്ള ഹെയർസാണ്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഞാൻ എപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടാണ് പുറത്തൊക്കെ പോകാറ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക്. വേറൊരു മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഐബ്രോസ് മാത്രം ഫില്ല് ചെയ്താൽ നമ്മുടെ ഫേസിന് നല്ല ചേഞ്ച് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസിനെ ഒരു ഫ്രെയിം ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഐബ്രോസ്. അപ്പം ഐബ്രോസ് മാത്രം നല്ല ഒരു ഗ്രൂം ചെയ്ത് കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസിന് നല്ലൊരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണ്ടവർ കയറി വാങ്ങാം. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഐബ്രോ പെൻസിലും ഇതുപോലെ ഇരിക്കും, മറ്റേ സൈഡിൽ നമുക്കൊരു സ്പൂലിയുണ്ട്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത് നമുക്ക് നമ്മുടെ ഐബ്രോസ് എപ്പോഴും ഷേപ്പ് ചെയ്ത് നല്ലോണം കോംബ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. എൻ്റെ ഹെയർസ് ഭയങ്കര ലെങ്ത് ഉള്ളതുകൊണ്ട് ഇത് വെച്ചൊന്ന് ഷേപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ല പകുതി ഷേപ്പിൽ നമ്മുടെ ഐബ്രോസ് ഇരിക്കും. ബാക്കി നമുക്ക് ഇത് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടല്ലേ, ഞാനിത് വെച്ച് കോംബ് ചെയ്തപ്പോഴത്തേനും നല്ല ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. അത് ഞാൻ അപ്പർ പാർട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക രണ്ട് വിരലുകൊണ്ട്. നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാൻ പറ്റും. എന്നിട്ട് നമുക്ക് എത്ര തിക്നെസ്സിൽ വേണം എന്നുള്ളതിന് ഒരു ഫ്രെയിം കൊടുക്കാം. എത്ര തിക്നെസ്സിൽ നമുക്ക് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യണം എന്നുള്ള ഒരു ഫ്രെയിം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി അടിയിലെ ഭാഗം എഴുതുമ്പോൾ ഞാൻ ഹെയർസ് മുകളിലോട്ട് കോംബ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ കാണാൻ പറ്റും. നമ്മൾ ഈ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഫില്ല് ചെയ്യാൻ. അവിടെ ഒത്തിരി തിക്കായിട്ട് ഫില്ല് ചെയ്യരുത്, വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ. അപ്പോൾ അടിയിൽ ഇതുപോലെ ബേസ് ലൈൻ ഇട്ട് കൊടുത്തിട്ട് അവിടുന്ന് വേണം നമ്മൾ ഹെയർസിൻ്റെ അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഈ സ്റ്റാർട്ടിങ്ങിലും പിന്നെ അവിടെ ഈ ഒരു പോർഷനിലുമാണ് എനിക്ക് സാധാരണ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഞാനവിടെ ഹെയർസ് ഏത് ഡയറക്ഷനിലാണോ നമ്മുടെ ഉള്ളത് ആ ഡയറക്ഷനിൽ വേണം നമ്മൾ എപ്പോഴും ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അതിങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒക്കെ വെക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചിലപ്പോൾ കട്ടയായിട്ട് ഇങ്ങനെ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഹെയർസിൻ്റെ അതേ ഡയറക്ഷനിൽ വേണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഹെയർസിൻ്റെ എല്ലാവരും മിക്കവരുടെയും മുകളിലോട്ടായിരിക്കും, അതുകൊണ്ട് മുകളിലോട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഹെയർസ് പോലെ തന്നെ ഉണ്ടാവും. വളരെ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതിന് ലെങ്ത്ത് ഇനി സെൻറ്ററിലോട്ട് കുറച്ചുകൂടെ കൂട്ടേണ്ടവർക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ഹെയർസ് ഇങ്ങനെ വരച്ച് കൂട്ടാം. ഞാൻ ഇനി സ്പൂല് വെച്ചൊന്ന് കോംബ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഒറിജിനൽ ഐബ്രോ ഹെയർസ് പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലല്ല, ആ ബേസിലേ ഞാൻ വരച്ചതൊന്നും ഇപ്പോൾ കാണാനില്ല. എല്ലാം ഇതുപോലെ നമ്മൾ ഈ സ്പൂല് വെച്ചൊന്ന് കോംബ് ചെയ്യുമ്പം എവിടെയെങ്കിലും കട്ട കെട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറും. ഇപ്പോൾ എൻ്റെ രണ്ട് ഐബ്രോസും തമ്മിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് നോക്കിയാൽ അറിയും. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് അടുത്ത ഐബ്രോ കൂടെ നമുക്കിതുപോലെ ഒന്ന് ഫില്ല് ചെയ്യണം. അതുപോലെ ആദ്യം ഇതുപോലെ ഞാനിപ്പോൾ സ്പൂലി വെച്ചൊന്ന് ചെയ്യുമ്പം തന്നെ കണ്ടില്ലേ പകുതി ഷേപ്പായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് എനിക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു പോർഷനിൽ ആണ് എനിക്ക് എപ്പോഴും ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അത് മറ്റേ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മളൊന്ന് ഫ്രെയിം വരയ്ക്കുക. ആദ്യം മുകളിൽ ഫ്രെയിം വരയ്ക്കുക. ഇനി താഴെ ഫ്രെയിം വരയ്ക്കുമ്പോൾ ഹെയർസ് മുകളിലോട്ടൊന്ന് കോംബ് ചെയ്ത് വെക്കാം. ഇനി താഴെ ഫ്രെയിം ബേസ് ലൈൻ ഇട്ടു. ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ചിലവർക്ക് ബ്ലാക്ക് മിക്കവർക്കും ബ്രൗൺ ആയിരിക്കും ചേരുക. ബ്ലാക്ക് ഇടുമ്പോൾ ഐബ്രോസ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ബ്രൗൺ ആയിരിക്കും മിക്കവർക്കും നല്ലത്. പിന്നെ ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ബ്രഷിൽ ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഫില്ല് ചെയ്യുകയാണെങ്കിലും നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഞാനിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്.
പിന്നെ നമുക്ക് ജെൽ ഐലൈനർ യൂസ് ചെയ്തിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഐ ഷാഡോ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാം. ഇതുപോലെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാം. കണ്ടല്ലേ? ഇപ്പോൾ അധികം അങ്ങ് ബ്ലാക്ക് ആക്കാറില്ല ഞാൻ. ഇതുപോലെ നമുക്ക് തിക്നെസ് ഇനി കൂട്ടണമെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തിക്കായിട്ട് ഫ്രെയിം വരച്ചിട്ട് അതിൽ ഇതുപോലെ ഹെയർസിൻ്റെ പോലെ തന്നെ സെയിം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാറ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.